പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 സങ്കീർത്തനം 3 വാക്യം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ കൈകളുടെ പ്രവർത്തികളെ സാധ്യമാക്കി തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികളെ വിളിച്ചു വരുത്തും. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ജീവിതത്തിൽ നാം സക്സസ്ഫുൾ ആകുക, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതത്രേ. മനുഷ്യർ താൻ ജീവിതത്തിൽ വിജയിക്കാൻ പലതും ചെയ്യാറുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട്, തങ്ങളുടെ കഴിവുകൊണ്ട്, തങ്ങളുടെ കോണ്ടാക്റ്റ് കൊണ്ട് താൻ വലിയവനാക്കാൻ, തന്നെ തന്നെ ഹല്ലേലൂയ വലുതാക്കി കാണിക്കുവാൻ മനുഷ്യർ എല്ലായ്പ്പോഴും ശ്രമിക്കും. എന്നാൽ വേദപുസ്തകം ഹല്ലേലൂയ ഒരു പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ വലിയവനാക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ എല്ലാ കാലത്തും തങ്ങളുടെ ഉയർച്ചയിൽ താൻ ആശ്രയിക്കുന്നത് ദൈവത്തെയാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമുക്ക് ഉയർച്ച വേണമോ, നമുക്ക് ഹല്ലേലൂയ വലുതാകണമോ, കർത്താവിനോട് പറ്റിയിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതത്രേ. ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഉയരണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നാം ഹല്ലേലൂയ യേശുവിൻ്റെ പിന്നാലെ പോകുക, യേശുവിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുക. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായം 19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പരീശന്മാർ തമ്മിൽ പറയുന്ന ഒരു വാചകം, നമുക്കൊന്നും സാധിക്കുന്നില്ല, ലോകമെല്ലാം കർത്താവിൻ്റെ പിന്നാലെ, യേശുവിൻ്റെ പിന്നാലെ പോയി, നമുക്ക് സാധിക്കാത്തത് യേശുവിന് സാധിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം യേശുവിൻ്റെ പിന്നാലെയാണോ പോകുന്നത്? നമ്മിലൂടെയും പലതും സാധിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന ഹല്ലേലൂയ ഒരു വാക്യം വേദപുസ്തകത്തിലുള്ളത് നമ്മെ ശക്തീകരിക്കുന്നത് അത്രേ, അത് നമ്മെ ബലപ്പെടുത്തുന്നത് അത്രേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ വചനം ധ്യാനിക്കുന്നവരായിത്തീരാം. രാപ്പകൽ വചനം ധ്യാനിച്ച് വചനം പ്രമാണിക്കുന്നവരാണോ, നിശ്ചയമായി നാം അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. എന്നാൽ 1 സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഒരു വേർപാടിൻ്റെ പ്രമാണം കൊണ്ടാണ്. വേർപാട് ആചരിച്ച് ഒരു ദൈവ പൈതൽ മുന്നേറണമെന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. ഹല്ലേലൂയ. നോക്ക്, ജീവിതത്തിൽ വചനം വായിക്കുക മാത്രമല്ല, വചനം പ്രമാണിക്കണം. വേദപുസ്തകത്തിൽ സങ്കീർത്തന പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ആദ്യ വാക്യം വേർപാടിൻ്റെ ആവശ്യകത നമ്മെ പഠിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിലും പ്രിയരെ, നാം ഏത് ദേശത്ത് പോയിരുന്നാലും നമുക്കൊരു വേർപാട് വേണം. നിങ്ങൾക്കറിയാമല്ലോ, 127 സംസ്ഥാനത്തിൽ ചിതറിപ്പാർത്ത ഇസ്രായേൽ എസ്തേർ രാജ്ഞിയുടെ കാലത്ത് ഹല്ലേലൂയ അവർ ചിതറിപ്പാർത്തപ്പോൾ അവരുടെ നടുവിൽ ഒരേ പ്രമാണമായിരുന്നു, അവർക്ക് ഒരേ ദൈവമായിരുന്നു. അതുകൊണ്ടാണ് ഹാമാൻ വിളിച്ചു പറഞ്ഞത്, ഇവർ ചിതറിപ്പാർക്കുന്ന ജനമെങ്കിലും ഇവരുടെ പ്രമാണമൊന്ന്, ഇവരുടെ ദൈവമൊന്ന്, ഇവരുടെ നടപ്പൊന്ന്. പ്രിയരെ, ഈ കാലഘട്ടത്തിൽ നാം ലോകത്തിൻ്റെ വിവിധ ഭാഗത്തായിരിക്കാം. നാം അമേരിക്ക മുതൽ ഹല്ലേലൂയ ന്യൂസിലാൻഡ് വരെ ചിതറിപ്പാർക്കുന്ന ഒരു ജനമായിക്കോട്ടെ, നാം പോകുന്ന ദേശത്ത് പല ആചാരങ്ങൾ കാണും, പല കൂട്ടർ കാണും. നമുക്ക് അവരോട് കലരുന്നതിനെക്കാട്ടിലും ഉപരി നാം ചേർന്നിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രമാണമുണ്ട്. പ്രിയരെ, പല നാട്ടിലും പോകുമ്പോൾ ആ നാടിൻ്റെ പ്രമാണം അനുസരിച്ചല്ല ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ടത്. ഒരു ദൈവ പൈതലിന് ദൈവിക പ്രമാണമുണ്ട്. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 20 അധ്യായം 23 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികളുടെ ചട്ടങ്ങളെ നിങ്ങൾ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുക കൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. നോക്ക്, നാം പോകുന്ന ജാതികളുടെ നടുവിൽ നമ്മുടെ അയൽക്കാരായിരിക്കാം, നമ്മുടെ കൂട്ടുകാരായിരിക്കാം, അവർക്കൊരു ചട്ടം കാണും. പ്രിയരെ, നാം അവരുടെ ചട്ടത്തിലല്ല ചേരേണ്ടത്, മറിച്ച് അവരെ നമ്മുടെ ചട്ടത്തിൽ, നമ്മുടെ കർത്താവിൻ്റെ ചട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അവിടെയാ ദൈവിക സ്നേഹം. നമുക്ക് ഹല്ലേലൂയ ഒരു കർത്താവുണ്ട്, നമുക്കൊരു പ്രമാണമുണ്ട്. അത് മുറുകെ പിടിക്കാൻ നാം തയ്യാറാകണം.
ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ. യെരമ്യാവ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. യെരമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം 2-ാം വാക്യം. ഹല്ലേലൂയ. ജാതികളുടെ വഴി നിങ്ങൾ പഠിക്കരുത്, ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അത് കണ്ട് ഭ്രമിക്കുന്നത്. ലോകത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് ജാതികളുടെ വഴി കണ്ട് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകരുത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ 106-ാം സങ്കീർത്തനം 35-ാം വാക്യത്തിൽ പറയുന്നു, അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവർത്തികളെ പഠിച്ചു. പ്രിയരെ, ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ പലപ്പോഴും ദൈവസഭയിൽ ആരാധനയുടെ നടുവിൽ ഹല്ലേലൂയ ആരാധിക്കുന്നതിനകത്ത് ലോകത്തിൻ്റെ പ്രമാണങ്ങൾ അറിയാതെ കയറിപ്പോകും. അത് പിശാചിൻ്റെ തന്ത്രമാണ്. നീ നന്മ പ്രാപിക്കണമോ, നിൻ്റെ ജീവിതത്തിൽ നീ അനുഗ്രഹമായിരിക്കണമോ, നിനക്കൊരു വേർപാട് വേണം, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു പ്രമാണമുണ്ട്. എസ്തേറിൻ്റെ കാലത്ത് ഹല്ലേലൂയ ജനം ഹല്ലേലൂയ എങ്ങനെ ദൈവവചനപ്രകാരം ജീവിച്ചോ അതുപോലെ നമുക്കൊരു പ്രമാണം വേണം, നമ്മുടെ കുടുംബത്തിനകത്തൊരു പ്രമാണം വേണം. ഈ കാലഘട്ടത്തിൽ 2 കാര്യങ്ങൾ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1 ഒരു വേർപാട്, 2 ദൈവകൽപ്പനകളെ പ്രമാണിക്കുക. 1 വേർപാട്, 2 ദൈവകൽപ്പനകളെ പ്രമാണിക്കുക. അങ്ങനെയെങ്കിൽ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിൻ്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. നിൻ്റെ വീട്ടിനകത്ത് ദൈവം അനുഗ്രഹിച്ച് ദൈവിക ഐശ്വര്യം നിനക്ക് വരും. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം നാം നോക്കുന്നത് മനുഷ്യൻ്റെ മുഖത്തേക്കല്ല, മനുഷ്യൻ്റെ പ്രമാണത്തിലേക്കല്ല. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ തൻ്റെ അവസാന തുള്ളി ചോരയും ഒഴുക്കി തന്ന നമ്മുടെ അരുമനാഥൻ്റെ മുഖത്തേക്കായിരിക്കട്ടെ. അവൻ നമ്മുടെ കർത്താവാ, അവൻ നമ്മുടെ ദൈവമാ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.